വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന കേസിൽ പോലീസ് യുവതിയുടെ മൊഴിയെടുക്കുന്നു. തിരുവനന്തപുരത്ത് നേരിട്ടെത്തിയാണ് മൊഴിയെടുപ്പ്. യുവതി കായംകുളത്തെത്താൻ അസൗകര്യം അറിയിച്ചതോടെയാണ് പോലീസ് നേരിട്ടെത്തിയത്. കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴിയെടുക്കുന്നത്. ഹരിമോഹൻ ചേരുന്നു. ഹരിമോഹൻ, പരാതിയായിട്ടും ഇടപെടാതിരുന്ന പോലീസാണ്, അന്നൊന്നും മൊഴിയെടുക്കാതിരുന്ന പോലീസാണ്, ഇപ്പൊ എടുക്കേണ്ടി വന്നു അല്ലേ? റോഷൻ, തീർച്ചയായിട്ടും ഈ അന്വേഷണത്തിന്റെ എല്ലാ വീഴ്ചകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം യുവതി നേരിട്ട് രംഗത്ത് വരികയായിരുന്നു. ഇത് വാർത്തയായതോടു കൂടിയിട്ടാണ് പോലീസിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുന്നത്. ആദ്യം കായംകുളം ലോക്കൽ പോലീസാണ് ഈ കേസ് അന്വേഷിച്ചത്. അതിൽ ഒരു പ്രാഥമികമായ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ലൈംഗികാതിക്രമ കേസിൽ സ്വീകരിക്കേണ്ട ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല പോലീസ് എന്നുള്ളതായിരുന്നു പ്രധാന ആക്ഷേപമായി ഉയർന്നത്. അതായത് വൈദ്യപരിശോധന നടത്തിയിട്ടില്ല, രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള അപേക്ഷ പോലും നൽകിയില്ല തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് യുവതി ഉന്നയിച്ചിരുന്നത്. അതിനുശേഷമാണ് ഇതിൽ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് ഇടപെട്ടുകൊണ്ട് കായംകുളം ഡിവൈഎസ്പിയെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചത്. അല്പസമയം മുമ്പാണ് കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം തിരുവനന്തപുരത്ത് യുവതിയുടെ അടുത്തെത്തിയത്. ഇപ്പോഴും മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണ സംഘം മാറിയത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആദ്യം മുതൽക്ക് ആ പ്രക്രിയ തുടങ്ങണം. അതായത് ആദ്യം മൊഴി രേഖപ്പെടുത്തുക, അതിനുശേഷം ഈ ആഴ്ച തന്നെ, പരമാവധി ഈ ആഴ്ച തന്നെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് കൂടി എത്തിയിട്ടുണ്ട്. ആലപ്പുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇതിനു വേണ്ട നിർദ്ദേശം മാവേലിക്കര മജിസ്ട്രേറ്റ് കോടതിക്ക് നൽകിയിട്ടുണ്ട്. മാവേലിക്കര മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കും യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുക. യുവതിയുടെ ആരോഗ്യസ്ഥിതി കുറച്ച് മോശമാണ്. അതായത് ഈ ഒരു വാഹനാപകടമായിരുന്നു ഈ മാസം 3-ാം തീയതി നടന്നത്. ആ വാഹനാപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ലൈംഗികാതിക്രമവും നടന്നത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടി ഇപ്പോഴും യുവതി ഇപ്പോഴും ചികിത്സയിലാണ്. അതുകൊണ്ടാണ് ഇന്ന് കായംകുളത്തേക്ക് പോകാനുള്ള ഒരു അസൗകര്യം അറിയിച്ചതും. അതോടുകൂടി കായംകുളത്ത് നിന്ന് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം തിരുവനന്തപുരത്ത് എത്തിക്കൊണ്ട് മൊഴി രേഖപ്പെടുത്താൻ ആരംഭിച്ചു. ഇനിയിപ്പോൾ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന ദിവസത്തേക്ക് യുവതിക്ക് ചെല്ലാൻ കഴിയുമോ എന്നറിയില്ല. പക്ഷേ അപ്പോൾ പോലും ആ നടപടികൾക്ക് വേഗത കൈവന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും പ്രതി ഒളിവിലാണ്. അപ്പോൾ പ്രതിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലുള്ള അന്വേഷണം ഊർജിതമാക്കാനും ഡിവൈഎസ്പിക്ക് നിർദ്ദേശം DGPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് എത്രയും വേഗത്തിൽ ഈ കേസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ആശുപത്രിയിൽ നിന്ന് ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് വാഹനാപകടത്തിൽ പെട്ടതിന് ശേഷം യുവതിയെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴാണ് ഈ ലൈംഗികാതിക്രമം നടന്നു എന്നുള്ള കാര്യം ആശുപത്രിയിൽ നിന്ന് ഡോക്ടർക്ക്, ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർക്ക് മനസ്സിലാവുകയും അത് ഒപ്പമുണ്ടായിരുന്നവരോട് പറയുകയും ചെയ്തത്. ആ ഡോക്ടറുടെ മൊഴി ഇതേവരെ, അതായത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ട് പോലും ആ ഡോക്ടറുടെ മൊഴി ഇതേവരെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വീഴ്ച. അപ്പോൾ ആ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത് നാളെ തന്നെ രേഖപ്പെടുത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഒപ്പം തന്നെ ആശുപത്രിയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ കൂടി ശേഖരിക്കും. അതായത് ഈ സിനിൽ സവാദ് എന്ന് പറയുന്ന പ്രതി ആശുപത്രിയിൽ വെച്ച് തന്നെ യുവതിയോട് ഈ വിവരം പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ ആപത്താണ് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയും പണം ഓഫർ ചെയ്യുകയും ചെയ്തു എന്നുള്ള ഒരു ആരോപണമുണ്ട്. അതുകൊണ്ട് ആശുപത്രിയിലെ ആ CCTV ദൃശ്യങ്ങൾ ഈ കേസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ശേഖരിക്കേണ്ടതുണ്ട്. അതും നേരത്തെ കായംകുളം പോലീസ് ശേഖരിച്ചിരുന്നില്ല. പ്രതിക്ക് അനുകൂലമായ നിലപാട് ആ ഘട്ടത്തിൽ സ്വീകരിക്കുകയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ആ ദൃശ്യങ്ങൾ കൂടി ശേഖരിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ വൈദ്യപരിശോധന നടത്താൻ കഴിയുമോ, അല്ലെങ്കിൽ വൈദ്യപരിശോധന നടത്തി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത് എങ്ങനെയാണ്, ഇത്ര ദിവസമായതുകൊണ്ട് അത് എങ്ങനെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തമായി പോലീസ് ആ കാര്യങ്ങളൊക്കെ തന്നെ നോക്കുന്നുണ്ട്. പറ്റിയാൽ ഈ ആഴ്ച തന്നെ ഇതെല്ലാം പൂർത്തീകരിക്കാനുള്ള നീക്കത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രതിയുടെ അറസ്റ്റ് ഈ കേസിൽ വളരെ നിർണായകമാണ്. ഇപ്പോൾ നിലവിൽ ചുമത്തിയിട്ടുള്ള ലൈംഗികാതിക്രമം അല്ലാതെ ഭീഷണിപ്പെടുത്തൽ അടക്കമുള്ള കൂടുതൽ വകുപ്പുകൾ കൂടി ചുമത്താൻ പോലീസ് നീങ്ങുന്നുണ്ട്. അതിന് ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ഡോക്ടറുടെ മൊഴി അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുകയും, ഒപ്പം അന്ന് പെൺകുട്ടിയോടൊപ്പം അപകടത്തിൽപ്പെട്ട ഒരു കുടുംബമുണ്ട്, അവരുടെ കൂടി മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അവർ നിലവിൽ ചികിത്സയിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാടധികം നടപടിക്രമങ്ങൾ കായംകുളം പോലീസ് ചെയ്യാതിരുന്നതുണ്ട്. അതൊക്കെ തന്നെ ഇപ്പോഴുള്ള അന്വേഷണ സംഘത്തിന് പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട്. ഒപ്പം തന്നെ പ്രതിയുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. എന്തായാലും യുവതി നേരത്തെ ഉന്നയിച്ച അതേ പരാതിയിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. താൻ ലൈംഗികാതിക്രമത്തിന് ഇരയായിട്ടുണ്ട്. സിനിൽ സവാദ് എന്ന് പറയുന്ന വ്യാപാരി വ്യവസായിയുടെ നേതാവാണ് ഇത്തരത്തിൽ തന്നോട് ലൈംഗികാതിക്രമം നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ യുവതി പോലീസിനോട് ആവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള നടപടികളിലേക്ക് കടക്കുക. എന്തായാലും രഹസ്യമൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അറസ്റ്റ് എന്നുള്ളതല്ലാതെ പോലീസിന് മുമ്പിൽ മറ്റു വഴികളില്ല. നിലവിൽ പ്രതി ഒളിവിലാണ് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഇയാൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ആളുകൾ, ഇയാളുമായി ബന്ധപ്പെട്ട ആളുകൾ എല്ലാവരെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം വളരെ തകൃതിയായി നടക്കുന്നുണ്ട്. എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറേണ്ടതുണ്ട്. റോഷ്നി, ശരി, ഹരിമോഹനാണ് വിശദാംശങ്ങൾ.